ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി മോർണിംഗ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും ഞാനിപ്പോൾ +2 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ +2കാർക്കും അതേപോലെ തന്നെ SSLCക്കാർക്കും ഒക്കെ ഇപ്പോൾ മോഡൽ എക്സാംസ് തീർന്നിട്ട് കുറച്ച് ടൈം കിട്ടിയിരിക്കുകയാണ് മെയിൻ എക്സാമിന് മുമ്പ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ സാധനങ്ങളും ചാപ്റ്റേഴ്സും കാര്യങ്ങളും കുറേ പോർഷൻസും സബ്ജക്ട്സും ഒക്കെ കവർ ചെയ്ത് തീർക്കാനുണ്ട്. ഇതിലിപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെ എടുത്ത് നോക്കുകയാണെങ്കിലും ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആയിരിക്കും, ഈസിയും ഡിഫിക്കൾട്ടും ഒക്കെ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സാണ് എൻ്റെ ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എത്രയൊക്കെ തലകുത്തി നിന്ന് പഠിച്ചാലും മാത്സിന് എന്നോട് എന്തോ ഒരു മുൻജന്മ ശത്രുത ഉള്ള പോലെയാണ് ഓരോ എക്സാമിനും ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴും എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിസ്മസ് എക്സാമിനെക്കാട്ടിലും മോഡൽ എക്സാം ഈസി ആയിരുന്നു. പക്ഷേ വേണ്ടത്ര ഒരു പ്രാക്ടീസ് ഇല്ലാത്ത കാരണമാവണം മാർക്സ് പ്രതീക്ഷിച്ച അത്ര കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആകെയുള്ളത് കുറച്ചൊരു ഡേയ്സാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം എന്ന് നമുക്കൊന്നും നോക്കാനില്ല. ഇനിയിപ്പോൾ പഠിക്കുക, ആകെ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അതിനകത്ത് പഠിക്കുക എന്നല്ലാതെ വേറൊരു ചോയ്സ് നമുക്കില്ല. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരത്തെ ഒന്നും എഴുന്നേറ്റിട്ടില്ല. ഞാനൊരു 6:30 ആ ഒരു സമയത്താണ് എണീറ്റത്. അപ്പോൾ എണീറ്റ് ഇതേപോലെ തന്നെ ബാൽക്കണിയൊക്കെ തുറന്ന് പുറത്തൊക്കെ ഒന്ന് പോയി നോക്കി ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി, എന്നിട്ട് പിന്നെ ഞാൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു, ചായ ഉണ്ടാക്കി, എന്നിട്ട് അത് കുടിച്ച് അതിന് ശേഷം എന്തൊക്കെ ചെയ്യണം, ഇന്നത്തെ ഒരു ദിവസം എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ സബ്ജക്ട്സാണ് തീർക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ. പ്രയോറിറ്റി മാത്സിന് തന്നെയായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കെമിസ്ട്രിയും ഫിസിക്സും കൂടെ നോക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ നമ്മുടെ ടു ഡു ലിസ്റ്റിലൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയമാണ് നിങ്ങൾക്ക് ഈസി, ഏത് വിഷയമാണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ളത്, അതൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ എന്തൊക്കെ ടെക്നിക്സാണ് നിങ്ങൾ യൂസ് ചെയ്യാനുള്ളത് ഇപ്പോൾ മാത്സൊക്കെ പഠിക്കാനായിട്ട് എന്നുള്ളതൊക്കെ. നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെത്തേഡ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. എനിക്കെന്ന് പറയുമ്പം ഒരുപാട് എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് പൊമഡോറോ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. സോ പൊമഡോറോ ടെക്നിക്ക് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു തരാം, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ 25 മിനിറ്റ്സിന് നമ്മൾ ടൈമർ വയ്ക്കുക, 25 മിനിറ്റ് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി വരുന്ന ഒരു 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുക, പിന്നെയും 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ആയിട്ടാണ് നമ്മുടെ പൊമഡോറോ ടെക്നിക്ക് വരിക. അതാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് അതാണ്. പിന്നെ മാത്സിൻ്റെ കാര്യത്തിൽ ഞാനായിട്ട് എടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് പ്രാക്ടീസ്. മാത്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുമെന്നോ അപ്പോഴാണ് നമുക്ക് അത്രയും കറക്റ്റായിട്ട് ആ ഓരോ കണക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഹൗ ടു ഡീൽ വിത്ത് ദ പ്രോബ്ലംസ്, ആ കാര്യങ്ങൾ നമുക്ക് അപ്പോഴാണ് കിട്ടുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുത്തിയിരുന്ന പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എയിം ഗുഡ് മാർക്സ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡെഫിനറ്റ്ലി ഡൂ ദാറ്റ്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു 2-3 ചാപ്റ്റേഴ്സിൻ്റെ പ്രോബ്ലംസ് ഞാൻ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എവിടം വരെയായെന്നുള്ളത് കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.